78,000 രൂപ നമുക്ക് MNREയുടെ സബ്സിഡി പ്രോഗ്രാം കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്തത്. ഒരു കൊളോണിയൽ സ്റ്റൈലിലെ ഒരു കാർ പോർച്ച് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ സോളാർ സിസ്റ്റം കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. കൂടുതലായിട്ടുള്ള ഉപയോഗവും ബാക്കപ്പ് സൊല്യൂഷനും വേണ്ടതുകൊണ്ട് ഹൈബ്രിഡാണ് അദ്ദേഹം ചൂസ് ചെയ്തത്. ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനിലേക്ക് അഫക്റ്റ് ചെയ്യാത്ത രീതിക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. ഇതുപോലെ നമ്മളിപ്പോൾ ഒരു വീട്, നമ്മളുടെ സ്വപ്ന ഭവനം പ്ലാൻ ചെയ്യുന്ന സമയത്ത് സോളാർ നിങ്ങൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഹലോ എവരിവൺ, സോളാറിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നുള്ളത് റാന്നിയിലാണ്. റാന്നിയിൽ ജെറി സാറിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ ഞാനൊരു 2 മാസം മുന്നേ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. ഇവിടുത്തെ കൺസ്ട്രക്ഷനോടൊപ്പം ഒരു കൊളോണിയൽ സ്റ്റൈലിലെ ഒരു കാർ പോർച്ച് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ സോളാർ സിസ്റ്റം കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. ഹൈബ്രിഡ് സിസ്റ്റമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളാണ് പോകുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യെസ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ ജെറി സാറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണ്ടായി. കാര്യം ഇവിടെ ഒരു ഹൈബ്രിഡ് സിസ്റ്റം തന്നെ വേണം എന്നുള്ളൊരു പ്ലാനിങ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാര്യം ഇവിടെ കറണ്ട് പോകുന്ന ഇഷ്യൂ അത്യാവശ്യം നന്നായിട്ടുണ്ട്. വീട്ടിലാണെങ്കിൽ ഓട്ടോമേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ടുള്ള ഉപയോഗവും ബാക്കപ്പ് സൊല്യൂഷനും വേണ്ടതുകൊണ്ട് ഹൈബ്രിഡാണ് അദ്ദേഹം ചൂസ് ചെയ്തത്. ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനിലേക്ക് അഫക്റ്റ് ചെയ്യാത്ത രീതിക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. ടുവേർഡ് സൗത്തുള്ള ഏരിയയിലേക്ക് വെക്കുമ്പോഴേക്കും ഫ്രണ്ട് എലിവേഷനിലേക്ക് കയറി വരുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ കോൺട്രാക്ടറും ഇവിടുത്തെ ആർക്കിടെക്റ്റും അതുപോലെ ജെറി സാറും ഞങ്ങളെല്ലാവരും കൂടി ഉള്ളൊരു മീറ്റിങ്ങിലാണ് ഈ ഒരു കാർ പോർച്ചിൻ്റെ ഡിസൈൻ ഞങ്ങളുടെ മനസ്സിലേക്ക് ഉദിച്ചത്. അപ്പോൾ അങ്ങനെ ഈ ഒരു പോർച്ചിൻ്റെ മുകളിൽ സോളാർ പാനൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് സാധാരണ നമ്മളിപ്പോൾ ഷീറ്റ് ഇട്ടിട്ട് നോർത്ത് സൗത്തിലേക്ക് പാനൽ അലൈൻ ചെയ്തിട്ട് നമ്മൾ പോർച്ചുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് ഇവിടുത്തെ പോർച്ച് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് എനിക്ക് നേരെ ബാക്കിൽ കാണുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ആ പോർച്ച് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ടുവേർഡ് സൗത്തിലേക്കുള്ള ഇൻക്ലിനേഷനിൽ നമ്മൾ പാനൽസ് ഒരു 5 പാനൽ ഈ സൈഡും നോർത്ത് സൈഡിൽ നമ്മളൊരു 4 പാനലാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു കൂര പോലെ നിൽക്കുന്ന ഒരു സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. ഓടിട്ടിരിക്കുന്ന കൂര നോക്കിയാൽ മതി. അതിൽ നിന്ന് കുറച്ചുകൂടി ലിഫ്റ്റ് ചെയ്തിട്ട് മാക്സിമം ഇൻക്ലിനേഷൻ കുറച്ചിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഇവിടുത്തെ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഇൻക്ലിനേഷനോട് യോജിച്ചു പോകുന്ന രീതിക്ക് ഒരു കൂര സ്ട്രക്ചറിലാണ് ഇവിടുത്തെ പോർച്ചിൻ്റെ ഡിസൈൻ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ നമുക്ക് ഈ ഒരു 45 ഡിഗ്രിയിലാണ് ഇതിൻ്റെ ഇൻക്ലിനേഷൻ കിടക്കുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് പാനൽസ് വെക്കുന്നത് നമ്മുടെ ജനറേഷനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. അത് എങ്ങനെ മിനിമലാക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ ഇത് കുറച്ചുകൂടി ലിഫ്റ്റ് ചെയ്തിട്ട് ഈ ഒരു സൈഡ് വ്യൂ വരുന്ന ഏരിയയിൽ ഗ്ലാസിൻ്റെ ഒരു പോർഷൻ കൊടുക്കുകയും അതിൻ്റെ മുകളിൽ ഷീറ്റ് സ്ട്രക്ചർ ഇടുകയും അതിൻ്റെ മുകളിൽ റെയിൽ സ്ട്രക്ചറിലാണ് നമ്മൾ പാനൽസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം 2 വണ്ടി പാർക്ക് ചെയ്യത്തക്ക രീതിയിലാണ് ഇവിടുത്തെ പോർച്ചിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. നമ്മളുടെ യൂണിറ്റുകൾ, ഇൻവെർട്ടർ, ബാറ്ററി എല്ലാ സിസ്റ്റവും കൂടെ നമ്മൾ ഈ പോർച്ചിനോടനുബന്ധിച്ചുള്ള ഒരു ഏരിയയിൽ ഗ്രില്ലും മെഷും കാര്യങ്ങളൊക്കെ ഇട്ട് പക്ക സേഫ് ആക്കിയിട്ട് എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ കിട്ടത്തക്ക രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് UG കാര്യങ്ങളൊക്കെ അണ്ടർഗ്രൗണ്ട് പോകേണ്ട കേബിളൊക്കെ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റി. എർത്തിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റി. അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ ഒരു വീട്, നമ്മളുടെ സ്വപ്ന ഭവനം പ്ലാൻ ചെയ്യുന്ന സമയത്ത് സോളാർ നിങ്ങൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ എന്തായാലും സോളാറുമായിട്ടുള്ളൊരു കൺസൾട്ടേഷൻ എടുത്ത് എന്തൊക്കെ ചെയ്തു വെക്കണം എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ധാരണ എടുക്കുന്നതല്ലായിരിക്കും. 2 സ്റ്റോറേജ് ബിൽഡിങ്ങിൽ സോളാർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പിന്നെ ചെയ്യാം. ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്താണ് നമ്മൾ ഈ സിസ്റ്റം ഇവിടെ മുന്നോട്ട് പോയത്. ഇവിടെ ബാറ്ററി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എക്സൈഡിൻ്റെ 4 150H സോളാർ ട്യൂബിലെ C10 ബാറ്ററിയാണ് വെച്ചിരിക്കുന്നത്. കൂടാതെ ഇവിടുത്തെ പാനൽസ് ആണെങ്കിൽ വിക്രം സോളാറിൻ്റെ 540 വാട്ട്സിൻ്റെ 9 പാനലാണ് ചെയ്തിരിക്കുന്നത്. MNREയുടെ DBT സ്കീമിലാണ് ഈ സിസ്റ്റം ചെയ്തത്. 78,000 രൂപ നമുക്ക് MNREയുടെ
സബ്സിഡി പ്രോഗ്രാം കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്തത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊരു 5 കിലോ വാട്ടിൻ്റെ ഹൈബ്രിഡ് സോളാർ സിസ്റ്റം ചെയ്തിരിക്കുന്നതാണ് കണ്ടത്. ഇവിടെ ഒരു കൊളോണിയൽ സ്റ്റൈലിൽ വീടിനോട് ഡിറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു സോളാർ കാർ പോർച്ചാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിലായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണാം. ദിസ് ഈസ് അഖിൽ സൈനിങ് ഓഫ് ഫ്രം സോളോകാർഡ്. താങ്ക് യു.